ഹായ് ഡിയേഴ്സ്, പലർക്കും പല വിധത്തിലുള്ള ട്രോമകളുണ്ട്, ഭയങ്ങളുണ്ട്. അപ്പൊ ഈ ഭയത്തിൽ നിന്നും ട്രോമകളിൽ നിന്നും പുറത്തു കടക്കാനുള്ള ചില മാർഗങ്ങളാണ് പറയുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായ മോശമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ട്രോമ സംഭവിക്കാം. അത് ട്രോമ ഉള്ളിൽ കിടന്നിട്ട് യാതൊരു വളർച്ചയും ഡെവലപ്മെന്റ് ഇല്ലാതെ ഓരോ ദിവസവും സ്ട്രെസ്സും ഡിപ്രഷനും അതിനെപ്പറ്റി ഓർത്തിട്ടുള്ള ആകുലതകളും എല്ലാമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്ന ആളുകളുണ്ട്. അവർക്ക് ഒരിക്കലും മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ചില ആളുകൾക്ക് ഭയങ്കരധികം ഭയമാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് എന്തെങ്കിലും നമ്മൾക്കൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടകരമായ വസ്തുവിനെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനെ ടച്ച് ചെയ്യാൻ നമുക്ക് ഭയം വരും. അപ്പൊ നമ്മൾ അതിനെ സേഫ് ആയിരിക്കാനായിട്ട്, അതിനെ സമീപിക്കാതിരിക്കാനും, നമ്മൾ സേഫ് ആയിരിക്കാനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ഇവിടെ ട്രോമ മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഈ ഭയം അല്ലെങ്കിൽ ട്രോമ നമ്മുടെ ഉള്ളിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക. കാരണം കണ്ടുപിടിച്ചതിന് ശേഷം അതിന് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്നുള്ളത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ട്രോമയിലും ഭയത്തിലും കിടക്കുന്നത്, അതിന്റെ ഉള്ളിൽ തന്നെ പെട്ട് കംഫർട്ട് സോണിൽ കിടക്കുന്നതാണ് ഇഷ്ടം. കാരണം ഭയവും ട്രോമയും അവരെ വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതൊരു സേഫായിട്ടും അതിലവരിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകൾ ഈ ഭയത്തിൽ നിന്നും ട്രോമയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ടെക്നിക്കുകളെല്ലാം തന്നെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഭയം, ട്രോമ, ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്, ട്രോമയും ഭയവും നിങ്ങളുടെ ഉള്ളിൽ വരാനായിട്ട് ഉള്ള സാഹചര്യം എന്ത് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ സാഹചര്യങ്ങൾക്ക് റെമഡി കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തേത് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് ട്രോമയും ഭയവും തന്ന ആ സംഭവം എന്താണോ, ആ സംഭവത്തെ നമ്മളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിനെ നിറം മങ്ങിയ ഓർമ്മകളായിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വളരെയധികം കളർഫുൾ ആയിട്ട് കാണാതിരിക്കുക, അതിനൊരു നിറം മങ്ങിയതായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിനും അത് പണ്ടെന്നോ നടന്ന കാര്യമാണ്, നമ്മൾക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രെയിനും അത് അസ്പെക്ട് ചെയ്യാൻ, നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനും തയ്യാറാവില്ല എന്നുള്ളതാണ്. അടുത്തത് മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് ആണ്. ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ഭയവും ട്രോമയും ഉള്ളിൽ കിടക്കുമ്പോൾ അതിന്റെ ഒരു ഇരയാണ് നമ്മൾ, ഒരു വിക്റ്റിമാണ്. എന്നാൽ ആ വിക്റ്റിം മെന്റാലിറ്റിയിൽ നിന്നും, നമ്മളൊരു ഇരയാണ്, ആ വിക്റ്റിം മെന്റാലിറ്റിയാണ് എന്നുള്ള ആ സാഹചര്യത്തിൽ നിന്നും നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ സക്സസ് ആയ ഒരു പേഴ്സൺ ആണ് എന്നും ഈ ട്രോമയെയും ഭയത്തെയും നമ്മൾ ധീരമായിട്ട് നേരിടുമെന്നും അതിനെ നമ്മൾ മറികടക്കുമെന്നും, ഞാൻ സക്സസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നും വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ്. ഭയത്തെയും ട്രോമയിൽ നിന്നും നിങ്ങൾ അതിന്റെ വിക്ടിം മെന്റാലിറ്റി ഇരിക്കാതെ, അതിന്റെ ഇരയായി സാഹചര്യത്തിന് അടിമപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കാതെ നമ്മളൊരു സക്സസ് ആയ പേഴ്സൺ ആണ് എന്ന് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്, അതിന് നമ്മൾ എപ്പോഴും ഓരോന്നോരോന്നായിട്ട് നമ്മളുടെ മനസ്സിൽ നമുക്ക് സംഭവിച്ച ഭയം അല്ലെങ്കിൽ ട്രോമ, അതിനുള്ള സാഹചര്യങ്ങളെ ഓരോന്നോരോന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടിയ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഏതെല്ലാമാണെന്ന് ചിന്തിക്കുക. അതിനുശേഷം മനസ്സിന്റെ മറുഭാഗത്ത് അതിൽ നിന്നും കിട്ടിയ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണെന്ന് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിൽ കണക്ക് കൂട്ടിയെടുക്കുക. ഇപ്പൊ നെഗറ്റീവ് വശങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള മോശം അനുഭവങ്ങൾ, അവർ നമ്മളെ വളരെയധികം അബ്യൂസ് ചെയ്യുന്നു, ഹരാസ് ചെയ്യുന്നു, നമ്മുടെ റിലേഷൻഷിപ്പ് വേണ്ടാമെന്ന് വെക്കുന്നു, അതുപോലെ നമ്മളെ തള്ളി പറഞ്ഞിട്ട് പോകുന്നു, അതൊക്കെ നെഗറ്റീവ് വശങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ അതിനൊരു പോസിറ്റീവ് വശങ്ങൾ ചിലതുണ്ടാവും അല്ലെ. അതായത് അവരുമൊത്ത് കാപ്പി കുടിച്ചതും, അതുപോലെ തന്നെ അവരുമൊത്ത് കറങ്ങി നടന്നതും, അതുപോലെ തന്നെ അവരുമായിട്ട് നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്തതും, അങ്ങനെ നെഗറ്റീവ് വശങ്ങളും പോസിറ്റീവ് വശങ്ങളും ഒരുപോലെ ആലോചിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് നെഗറ്റീവ് വശമായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ ഈ റിലേഷൻഷിപ്പ് ശരിയാവില്ല, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നുള്ള ബ്രെയിൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയും നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്ത തന്നെ കടന്നു വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ
എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഏതിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റും ഉള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലതായിട്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾക്കൊക്കെ ഓരോന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കൈവശം ഒരുപാട് വസ്തുക്കളുണ്ട് അല്ലെ, നല്ല നല്ല വസ്തുക്കൾ. അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടെടുക്കുക. കാണുന്ന കാര്യങ്ങൾക്ക്, ടച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക്, നമ്മൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ എത്ര വലിയ ട്രോമയിൽ നിന്നും എത്ര വലിയ ഭയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ട്രോമ, ഭയം എന്നുള്ളത് ഒരു കംഫർട്ട് സോണാണ് എന്ന് പറഞ്ഞ് അതിനുള്ളിൽ ഇരിക്കാതെ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ട്രോമയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തിയിട്ട് അതിനെ മറികണ്ടം ചാടി മറികടന്ന് ആ സാഹചര്യത്തെ നേരിടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതും, അടുത്തതെന്ന് പറയുന്നത് നിങ്ങളൊരു വിക്ടിം മെന്റാലിറ്റി ഉള്ള പേഴ്സൺ ആണ്, ഭയത്തിനും ട്രോമയ്ക്ക് അടിമയാണെന്ന് കരുതാതെ നിങ്ങൾ സക്സസ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് മനസ്സിൽ ചിന്തിട്ട് ഐ ആം സക്സസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എന്ത് സംഭവമാണെങ്കിലും അതിന് പോസിറ്റീവ് വശങ്ങളുമുണ്ട്, നെഗറ്റീവ് വശങ്ങളുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നെഗറ്റീവ് വശങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ ട്രോമയും ഭയവും വന്നത്. അപ്പോൾ ആ നെഗറ്റീവ് വശങ്ങളെ നമ്മൾ മറികടക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് സംഭവിച്ച നെഗറ്റീവ് കാര്യങ്ങൾ എഴുതാം, പോസിറ്റീവ് കാര്യങ്ങളായിട്ട് എഴുതാം. അത് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വശങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അത് മനസ്സിൽ നിന്നും പോയി കിട്ടും എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റ് പടി എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇതെല്ലാം സംഭവിച്ചതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും നല്ല ഒരു ഭയവും ട്രോമയും മാറിയ നല്ലൊരു മനസ്സിന് ഉടമയായി നമ്മൾ മാറാൻ പോകുന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ സംഭവിച്ച ട്രോമയ്ക്കും ഭയത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന ഭയവും ട്രോമയും ഇല്ലാത്ത നല്ലൊരു മനസ്സ്, തെളിഞ്ഞ ആകാശം പോലെയുള്ള നല്ലൊരു സ്ട്രോങ് മനസ്സിന് ഉടമയായി നമ്മൾ മാറുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്.